ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യലി പറഞ്ഞാൽ അടിപൊളി ഒരു തേങ്ങയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എന്തിൻ്റെ കൂടെയും, ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ ശരി, എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പോളം ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി കുക്കറിലാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കറിലോട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ പയർ ഇട്ട് കൊടുക്കാം. ശേഷം ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4-5 വെളുത്തുള്ളി നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിയിൽ വെളുത്തുള്ളി ഉണ്ടായാൽ. 2 പച്ചമുളകും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മളെ പയർ വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഞാൻ 2 വിസിലടിച്ചപ്പോൾ തന്നെ എൻ്റെ നന്നായിട്ട് തന്നെ നമ്മുടെ പയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഉടഞ്ഞു കിട്ടും കേട്ടോ, പയറാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ചെറുപയർ നമ്മളിങ്ങനെ ഉടച്ചത് കാരണം നമുക്ക് തേങ്ങയൊന്നും ചേരാത്തത് കാരണം തന്നെ നല്ലൊരു കട്ടിയുള്ള കറിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കുറച്ചൊരു താളിപ്പും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയോ ചതച്ചതോ അല്ലെങ്കിൽ നമ്മുടെ വലിയ ഉള്ളി തന്നെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ശേഷം കുറച്ച് നമ്മൾ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കറിയിൽ തേങ്ങാക്കൊത്തും. അതുപോലെ ഒരു 1/2 സ്പൂണോളം നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പില, ഇനി മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഈ താളിപ്പ് മൂത്തതിന് ശേഷം നമ്മുടെ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തന്നെ നല്ല കട്ടിയിലാണ് കേട്ടോ. ഇനി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ലൂസിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ചെറുപയർ കറിയാണിത്. അപ്പോൾ ഇനി നമുക്കിത് എന്തിൻ്റെ കൂടെയും നമുക്ക് നല്ല സൈഡ് ഡിഷായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ആ പച്ചമുളകിൻ്റെ മാത്രമേ എരിവുള്ളൂ കേട്ടോ. നമ്മൾ മഞ്ഞപ്പൊടി മാത്രമല്ല ഇട്ടിട്ടുള്ളൂ, വേറെയുള്ള പൊടികളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ആ എരിവിൽ നല്ലൊരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണേ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്ന പ്രചോദനം ഉണ്ടാകുന്നത്. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടിപൊളിയായൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു.